ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ചങ്ക് പൊട്ടിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ബി ടീമിനോട് വരെ ഞങ്ങൾ ഇത്തരത്തിൽ കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഏതായാലും ആശാന്റെ മത്സരത്തിന് ശേഷമുള്ള വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ചെന്നൈ FC മത്സരമായിരുന്നു ISL നടന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു എവേ മത്സരമായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ചെന്നൈ FC അവരുടെ തട്ടകത്തിൽ തന്നെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കലിംഗ സൂപ്പർ കപ്പിനെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ തുടർച്ചയായ 5ാം പരാജയം കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ഒരു മത്സരത്തിൽ തോൽവി വഴങ്ങിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പോസ്റ്റ് മാച്ച് ടോക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആശാന്റെ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ബി ടീമിനോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ അതിൽ പോലും ഞങ്ങൾ തോൽക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് റീഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഈ കാര്യങ്ങളാണ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പോസ്റ്റ് മാച്ച് ടോക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആശാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിക്കുകളെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് റീഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. നമുക്കറിയാം, ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ ഗോൾ കീപ്പർ ആയിരുന്ന സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻ മതിലായ മാർക്കോ ലെസ്കോവിച്ചിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. സച്ചിൻ സുരേഷിന്റെ അതിഗുരുതരമല്ല പരിക്ക് എന്ന് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റിപ്പോർട്ട്. പക്ഷേ മാർക്കോ ലെസ്കോവിച്ചിന്റെ കുറച്ച് ഗുരുതരം തന്നെയാണ്. കാരണം താരത്തിന് പണ്ട് പരിക്ക് പറ്റിയ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇന്നും താരത്തിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരമായ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡോസ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഏതായാലും താരത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏതായാലും ISL ഈ ഒരു 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും പരിക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വില്ലൻ ആയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പരിക്കിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.